ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കൊളപ്പുറം വി കെ പടിയിലാണ് കേട്ടോ. ജസ്റ്റ് ഹൈവേയിലാണുള്ളത്. വി കെ പടി സർവീസ് റോഡാണ് ഈ വരുന്നത്. ഇവിടെ ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സർവീസ് റോഡിൻ്റെ താഴെ കൂടെ ജസ്റ്റ് ഒരു വാട്ടർ പാസേജിന് വേണ്ടി ഹൈവേ സെറ്റ് ചെയ്തൊരു ഗ്യാപ്പാണ്. പക്ഷേ അത് ഇവിടെയുള്ള ജനങ്ങൾ അവർക്ക് ഹൈവേ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ആയിട്ട് കേട്ടോ പുതിയതായിട്ട് അവർ കല്ലിൽ കെട്ടിക്കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ പോയി നോക്കിയാലോ? അതെ, നമുക്ക് ഇവിടെ ആളുകൾ ചെയ്തിട്ടുള്ളൊരു സംഭവം കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഒരാൾക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ഗ്യാപ്പ് വരെ ശരിക്കും ഇവിടുത്തെ ജനങ്ങളായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തേക്കണേ. ലൈറ്റിന്റെ ക്യാമറ കയറി വരുന്ന ഭാഗത്ത് ഒരു CCTV, ഒരു ഹാൻഡ് റെയിൽ ഉണ്ട്. സൈഡിൽ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. CCTV വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആളുകൾ സ്വയം ഹൈവേൻ്റെ പെർമിഷൻ വാങ്ങിയതിനെ അവർ പറയുന്നുണ്ട് കേട്ടോ. പെർമിഷൻ വാങ്ങി ചെയ്തതാണ്. അപ്പോൾ താഴ്ഭാഗത്ത് ഇതാണ് ഒരു വാട്ടർ പാസേജിനുള്ള ഏരിയ വരുന്നത്. പിന്നെ ഇവിടെ ശരിക്കും ആളുകൾക്ക് ഇതിൻ്റെ മേലെ കൂടി നമ്മൾ പലയിടത്തും കാണാറുണ്ട് ഹൈവേയിലെ ആളുകൾ ഹൈവേൻ്റെ മേലെ കൂടെ കയറിയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഇവർ ജനങ്ങളായിട്ട് കണ്ടൊരു സൊല്യൂഷനാണിത്. എന്തായാലും നല്ലൊരു തീരുമാനമാണ് സംഭവം. കാരണം ഇത് ശരിക്കും വാട്ടർ പാസേജ് ആണ്, പക്ഷേ ആ ഒരു ഏരിയയിൽ കൂടെ ഇവർ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ളൊരു സെറ്റപ്പും കൂടി ചെയ്യാണ്. ഇത് കണ്ടോ, ഏകദേശം ഇതിൻ്റെ മിഡിലിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാമറ കണ്ടു, വീണ്ടും ഇത് അടുത്തൊരു ക്യാമറ കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇവർ കുട്ടികൾ അതുപോലെ വലിയൊരു സ്ത്രീകളൊക്കെ പോകുന്ന ഏരിയയാണ്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ സ്വയം ചെയ്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നത്. ഇത് കറക്റ്റ് റണ്ണിങ് ആയി കഴിഞ്ഞാൽ നല്ല സംഭവം തന്നെ ആവും. ഓക്കെ, അതായത് ഇവിടെ എത്തുമ്പോൾ ശരിക്കും ഇത് ഇവിടുത്തെ സർവീസ് റോഡിന് ജസ്റ്റ് കറക്റ്റാണ് കേട്ടോ, ലെവലാണ് വരുന്നത്. അവിടെയാണ് ഇറങ്ങി വരുമ്പോൾ കുറച്ച് സ്റ്റെപ്പായിട്ട് നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നുണ്ടത്. ഇവിടെ ജസ്റ്റ് അപ്പുറത്ത് പള്ളി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പള്ളിക്ക് കിടക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാണ്. ജസ്റ്റ് ഒരാൾ അവിടെ നിന്ന് വരുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് ചോദിക്കാം. അവർ നാട്ടുകാരനാണെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് അവരോട് ചോദിച്ചാൽ ബാക്കി കാര്യം അറിയാം. അത് നിങ്ങൾ ഈ പാസേജ് നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമാണല്ലോ അല്ലേ കിടക്കാൻ? ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ള സംഭവം തന്നെയാണല്ലോ അല്ലേ? എങ്ങനെ പുറത്തേക്ക് മറ്റേ ഹൈവേന്റെ മേലെ കൂടി കടക്കുക എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, ഇങ്ങോട്ട് വരി. എല്ലാവരും ഇവിടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ആള് വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത് വെച്ചാൽ ഈ ഒരു കേസ് ഇത് ഞാൻ ഇവിടെ മേലെന്ന സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ സ്വന്തം റിസ്കിൽ നിങ്ങളൊരു പെർമിഷൻ എടുത്തിട്ടുണ്ടോ? പെർമിഷൻ വാങ്ങിയിട്ട് അയവക്കാർ അങ്ങനെ ചെയ്തോളിയോ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ നാടിന്റെ ഒരു ബുദ്ധിമുട്ടല്ലേ. കാരണം ഞങ്ങൾ അങ്ങാടി ഇത് രണ്ടായിട്ട് ഒറ്റപ്പെട്ട് കിടക്കും. ഞാൻ അങ്ങാടി ആയിട്ട് അപ്പൊ ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് ഇപ്പൊ ഇപ്പുറത്ത് കിടക്കണമെങ്കിൽ 1.5 കിലോമീറ്റർ ചുറ്റി വന്നിട്ട് വേണം. പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്, അങ്ങേപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, ഇതിന്റെ അങ്ങേപ്പുറത്ത് വയലുണ്ട്, ഒരുപാട് കർഷകർ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ റോഡിന്റെ ആ സൈഡിലാണ്. അപ്പൊ ഓർക്കൊക്കെ നല്ലൊരു പെട്ടെന്നൊരു ആക്സസ് ഇത്രയും കറങ്ങാതെ പോകാനുള്ള. പ്രത്യേകിച്ച് രാവിലെ നമ്മളെ ഈ കുട്ടികൾ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് ചെമ്മാട്ടക്ക് പോണ കുട്ടികൾ റോഡ് മുറിച്ച് കിടക്കുക. നമ്മളെ പുതിയ ഹൈവേ ഒരുപാട് മേലെ കൂടെ. അപ്പൊ ഒരുപാട് അപകടങ്ങൾ സാധ്യത ഒരുപാട് ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് അതിനൊരു ഇങ്ങനത്തെ ഒരു സംവിധാനം അവിടെ ഉണ്ടാവുമ്പോൾ അത് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു പൊട്ടന്മാരല്ല. പക്ഷേ ഞാൻ ഇതിപ്പോ മഴക്കാലത്ത് മാത്രമല്ല ഈ ഡ്രെയിനേജിന്റെ പ്രശ്നം. എന്നാലും വെള്ളം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ചെറുതായിട്ട് അതിന് ഞങ്ങൾ റാമ്പ് ഒരു സൈഡ് മാത്രം പൊക്കിയിട്ട് 2 അടി വീടിയിൽ കെട്ടിയിട്ട് ക്യാമറ കാര്യങ്ങളൊക്കെ ശരിക്കും എവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സിസ്റ്റങ്ങൾ? അപ്പോൾ അത് ഇതിന്റെ പിന്നെ അവിടെ കടയിലുണ്ട്. അവിടെ ഞങ്ങളൊരു കട ആ കടയിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളൊരു CPM-ന്റെ ഓഫീസ് ഉണ്ട്. അവിടെ വെച്ചിട്ട് നല്ല കാര്യം. പലയിടത്തും മാതൃക ഇങ്ങനത്തെ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ യാത്രാ ദുരിതം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ അതേ ടൈമിൽ തന്നെ നമ്മൾ വന്നപ്പോ തന്നെ ഒരുപാട് ആളുകൾ ഈ വഴി യൂസ് ചെയ്യുന്നു. ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകളാണ്. ഇവർക്ക് ഇപ്പൊ പാസ് ചെയ്യാൻ വരുന്നതാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ അവിടെ ഒരു കമ്പനിയാണ്, നമ്മളെ ക്ലോക്ക് ഒക്കെ ഉണ്ടാവണം. അവിടെ ഇപ്പൊ നമ്മളൊരു സ്ത്രീകൾ ഒരു 10-15 സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇപ്പൊ ഈ 1.5 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് ഇതുപോലെ വന്നിരുന്നത്. അവർക്കൊക്കെ ഇപ്പൊ നല്ലൊരു ഉപകാരമാണത്. അല്ല, പലയിടത്തും കാണാറുണ്ട് കുട്ടികൾ ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർ കടക്കൂല, നമ്മൾ ചീത്ത അറിയും. നമ്മളില്ലാത്ത സമയത്ത് അവർ എടുത്ത് അപ്പൊ അവർക്കൊക്കെ വലിയൊരു ഉപകാരം. ഒരുപാട് ഞങ്ങൾ റിസ്ക് എടുത്ത് ഒരുപാട് പൈസ ഒക്കെ ചെലവ്. അവിടെ ഫുള്ള് മണ്ണിട്ട് മൂടിയതായിരുന്നു. അത് ഫുള്ള് മണ്ണ് ഒഴിവാക്കി ഞങ്ങൾ സ്റ്റെപ്പ് ഇട്ട്. എന്തായാലും നമ്മളെ ഈ റീച്ചിൽ ഈ ഒരു സംഭവം ഈ ഹൈവേന്റെ വെള്ളം പാസ് ചെയ്യാനുള്ളതാണോ അതോ എങ്ങനെയാണ് സംഭവം? ഇത് അവര് അങ്ങനെ ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ഈ ഒരു ഹോൾ ഇതെന്താണ് സംഭവം മനസ്സിലായില്ല. ഈ ഡ്രെയിനേജ് പോകുന്നുണ്ട്. ഡ്രെയിനേജ് ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് അല്ലേ? ഓക്കെ. അതുപോലെ അവിടുത്തെ ഡ്രെയിനേജ് വരുന്ന ഇവിടെ അതിലുള്ള വെള്ളം കുറഞ്ഞ വെള്ളങ്ങൾ ഇവിടെ ചാടുന്നു. നമ്മള് വലിയൊരു വെള്ളച്ചാട്ടമൊന്നുമില്ല. ഈ ഒരു ചെറിയ ഒരു 2-3 എന്തായാലും നല്ലൊരു സംഭവമായിട്ട് തോന്നിട്ടോ. കാരണം നമ്മളൊരു വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും.
ഇനി മറ്റുള്ള ഭാഗങ്ങളും കൂടി തീർച്ചയായിട്ടും ആളുകൾ മാതൃകയാക്കേണ്ട ഒരു സംഭവമാണെന്നുള്ളതാണ്. ഇപ്പോ എന്ത് സംഭവം കാണുമ്പോൾ അതിന് നേരെ കുറെ കമന്റ് ഇടുക, പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. ഇതൊക്കെ ശരിക്കും ഒരു മാതൃകാ സംഭവം തന്നെയാണ്. ഇത് എന്തുകൊണ്ട് സേഫ് ആണ്, കാരണം സർവീസ് റോഡ് ടു സർവീസ് റോഡാണ് വരുന്നത്. ഇത് ഒരിക്കലും മെയിൻ റോഡിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും. അല്ല, ഹൈവേ ശരിക്കും പലയിടത്തും കാണാറുണ്ട്. കുളപ്പുറത്ത് ഇതേ ഒരു വിഷയം ഉണ്ടല്ലോ, കഴിഞ്ഞ ഒരു മാസമാണ് ഇവിടെ ആക്സിഡന്റ് ആയി 3 ആള് മരിച്ചത്. പിന്നെ അപ്പൊ ഇതില് സേഫ്റ്റി ഒക്കെ പറഞ്ഞവരോട് നമുക്ക് പറയാനുള്ളത്, റോഡുമേൽ ഇപ്പൊ ആക്സിഡന്റ് ആയി മരിക്കുന്നു എന്ന് കരുതി ഇപ്പൊ നമുക്ക് റോഡ് സേഫ്റ്റി പ്രശ്നം നോക്കാം. ഒരുവിധ മേജർ വലിയ സിറ്റികളൊക്കെ പോയി 2.10 ഹൈറ്റ് ഉണ്ട്, 2 മീറ്റർ വീതി ഉണ്ട്. ഇതിലൊരു ശ്വാസം കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ഇതേ സംഭവം റെയിൽവേയിൽ എത്രയോ സ്ഥലങ്ങളിൽ റെയിൽവേന്റെ അടിയിൽ അതിലും ചെറുതായി ജസ്റ്റ് ഒരു ബ്രിക്കിൽ കവർ ചെയ്തുകൊണ്ടുള്ള ആളുകൾക്ക് പാസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ. ഒരു ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾ കംപ്ലീറ്റ് 7-8 ലൈറ്റ് വെച്ചു. പിന്നെ ഇലക്ട്രിക് ഒക്കെ ഇങ്ങനെ കണക്ഷൻ ടെമ്പററി കണക്ഷൻ കാസിബിന്റെ പെർമിഷൻ. എന്തായാലും ഇത് നിങ്ങൾ ജനങ്ങളുടെ ഇങ്ങനത്തെ അധികാരികളെയും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയ സംഭവമാണ്. എന്തായാലും നല്ലൊരു സംഭവമാണ്. ഓക്കെ.